നമസ്കാരം. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രവാസി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട പ്രവാസി ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായിട്ട് സർക്കാർ 32 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും പലരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക ഇതുവരെയായിട്ടും എത്തിച്ചേർന്നിട്ടില്ല. ഓണക്കാലത്ത് ഉത്രാട ദിനത്തിന് മുൻപായി തന്നെ ഈ തുക അക്കൗണ്ടുകളിൽ എത്തേണ്ടതായിരുന്നുവെങ്കിലും തുടർച്ചയായിട്ട് വന്ന ബാങ്ക് അവധി ദിനങ്ങളും സർക്കാർ ഓഫീസുകളുടെ അവധികളുമൊക്കെ കാരണമാണ് ഇതിൻ്റെ വിതരണത്തിൽ തടസ്സം നേരിട്ടത്. അതിനാൽ തന്നെ ഈ അവധികൾക്ക് ശേഷം മാത്രമേ അർഹതപ്പെട്ട ഈ ആനുകൂല്യം പ്രവാസികളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുള്ളൂ എന്ന് ആദ്യമേ വ്യക്തമാക്കുകയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് 63 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വാങ്ങുന്ന ആളുകളുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും സെപ്റ്റംബർ മാസം മുതൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ വിശദമായിട്ട് പറയുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. ഇതിലേറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അത് പെൻഷൻ മസ്റ്ററിംഗ് തന്നെയാണ്. നിലവിൽ സംസ്ഥാനത്തുടനീളം പെൻഷൻ മസ്റ്ററിംഗ് പ്രക്രിയകൾ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത്. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ വരും മാസങ്ങളിൽ, അതായത് ഒക്ടോബർ മാസം മുതൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പെൻഷൻ ആനുകൂല്യം യാതൊരു തടസ്സവുമില്ലാതെ കൃത്യമായിട്ട് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയുള്ളൂ. ഇതിനോടകം തന്നെ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പെൻഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള സേവന പോർട്ടലിൽ കയറിക്കൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ആ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. പോർട്ടലിൽ പരിശോധിക്കുമ്പോൾ മസ്റ്ററിംഗ് ചെയ്ത തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സ്റ്റാറ്റസ് ശരിയായി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് തടസ്സങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് അത് പൂർത്തിയായിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ സെപ്റ്റംബർ 30-ന് മുൻപായി തന്നെ അടിയന്തരമായി ആവശ്യമായ തിരുത്തലുകളൊക്കെ തന്നെ വരുത്തേണ്ടതുണ്ട്. നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്കും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കുമായിട്ട് സർക്കാർ ഹോം മസ്റ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് 50 രൂപയോളമാണ് ഫീസായിട്ട് നൽകേണ്ടത്. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് കിടപ്പ് രോഗികളുടെ വിവരങ്ങളും അവരുടെ മേൽവിലാസവും ബന്ധപ്പെട്ട ഫോൺ നമ്പറും ഒക്കെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ വാർഡ് മെമ്പർ മുഖേനയോ മുൻകൂട്ടി അത് അറിയിക്കേണ്ടതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ആരോഗ്യവതിയായിട്ടുള്ള ഒരു വ്യക്തി അക്ഷയ കേന്ദ്രത്തിൽ പോകാനുള്ള മടി കാരണം വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ദുരുപയോഗമായിട്ട് കണക്കാക്കുമെന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുമ്പോൾ 30 രൂപയും വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ 50 രൂപയുമാണ് നിരക്ക്. തീരെ അവശത അനുഭവിക്കുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും മറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും മാത്രമുള്ളതാണ് ഈ ഒരു ആനുകൂല്യം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അർഹരായവർക്ക് മാത്രമാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ മാറ്റുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. നിലവിൽ 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ടും അല്ലാത്തവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ എത്തിച്ചുമാണ് പെൻഷൻ തുക കൈമാറിയിരുന്നത്. സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അറിയാത്തവർക്കും ബാങ്കുകളിൽ പോയി ക്യൂ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള മുതിർന്ന പൗരന്മാർക്കും ഏറെ ആശ്വാസകരമായ ഒരു സംവിധാനമായിരുന്നു വീടുകളിലെത്തിയുള്ള ഈ ഒരു പെൻഷൻ വിതരണം. മുൻ സർക്കാർ കൊണ്ടുവന്ന ഈ രീതിയിൽ വരും ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം ഇനി മുതൽ വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവരും നിർബന്ധമായിട്ടും ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുകയും അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ അധികൃതർക്ക് മുന്നിൽ കൃത്യമായി സമർപ്പിക്കുകയും ചെയ്യേണ്ടി വരും. നിലവിൽ ഇതിൻ്റെ അവസാന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സെപ്റ്റംബർ മാസം 30-ന് ഉള്ളിലെ മസ്റ്ററിംഗ് പ്രക്രിയകൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ അത് ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തുകയും അക്കൗണ്ട് ഇല്ലാത്തവർ എത്രയും വേഗം പുതിയ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാർ ലിങ്ക് ചെയ്യുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം എന്ന പ്രക്രിയ വഴി മാത്രമായിരിക്കും ഭാവിയിൽ പെൻഷൻ തുക കൈമാറുക. സർക്കാർ തുക അനുവദിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അത് നേരിട്ട് എത്തുന്നതായിരിക്കും. ATM കാർഡുകൾ വഴിയോ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയോ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഈ തുക വളരെ എളുപ്പത്തിൽ തന്നെ പിൻവലിച്ച് നൽകാനായിട്ട് സാധിക്കും എന്നതും ഇതിൻ്റെ ഒരു മേന്മയാണ്. എന്നാൽ ഇതിലൂടെ ബാങ്കിൽ നേരിട്ടെത്തി പണം പിൻവലിക്കാൻ സാധിക്കാത്ത വയോധികർക്കും കിടപ്പ് രോഗികൾക്കും തുക കൈപ്പറ്റുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സർക്കാരിൻ്റെ നിർദ്ദേശം വരുന്ന മുറയ്ക്ക് തന്നെ എല്ലാവരും ബാങ്ക് അക്കൗണ്ടുകൾ സജ്ജമാക്കേണ്ടി വരും. അവസാനമായി പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില രേഖകളെക്കുറിച്ചും കേന്ദ്ര പെൻഷൻ വിഹിതത്തെക്കുറിച്ചും എല്ലാവരും മനസ്സിലാക്കുക. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റോ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റോ പെൻഷൻ ലഭിക്കുന്നതിനായിട്ട് പുതുതായിട്ട് സമർപ്പിക്കേണ്ടതില്ല. മുൻപ് നൽകിയ സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇനി കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് 200 രൂപ മുതൽ 500 രൂപ വരെ പെൻഷൻ ലഭിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കേന്ദ്ര സർക്കാർ പെൻഷൻ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നിച്ച് 2000 രൂപയായി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് ലഭിക്കില്ല. നിങ്ങളുടെ പ്രായപരിധിയും പെൻഷൻ്റെ സ്വഭാവവും, അതായത് വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, ഇതൊക്കെ അനുസരിച്ച് അർഹതപ്പെട്ട തുക വെവ്വേറെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾ പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.